കേരള ക്രൈം ഫയൽസ് സീസൺ 2 സെർച്ച് ഫോർ CPO അമ്പിളി രാജു. സീസൺ 1ലും തരംഗമായി മാറിയ കേരള ക്രൈം ഫയൽസ് എന്ന വെബ് സീരീസിൻ്റെ 2ാം സീസൺ കഴിഞ്ഞ ആഴ്ചയിൽ OTT റിലീസ് വന്നു. ആദ്യ ഭാഗത്തിനേക്കാളും നല്ല അഭിപ്രായങ്ങൾ ആണ് താരതമ്യേന ഈ സീസൺ 2 സീരീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ക്രൈം ഫയൽസ് സീസൺ 2 സെർച്ച് ഫോർ CPO അമ്പിളി രാജു എന്നാണ് ഇത്തവണ സീരീസിന് പേര് വന്നിരിക്കുന്നത്. ടൈറ്റിലിൽ വരുന്ന അമ്പിളി രാജു എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ദ്രൻസ് ആണ്. സ്ട്രോങ് ആയ ആ കഥാപാത്രത്തെ എല്ലാ രീതിയിലും വൃത്തിയായി തന്നെ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇന്ദ്രൻസ് ജയൻ എന്ന സിനിമാക്കാരനായ അഭിനേതാവ് അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത മെയിൻ ക്യാരക്ടർ ആയ അയ്യപ്പനെ ഇന്ദ്രൻസിൻ്റെ അതേ സ്കെയിലിൽ ഉള്ള നമ്മുടെ സ്വന്തം ഹരിശ്രീ അശോകനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഹരിശ്രീ അശോകൻ അയ്യപ്പനെ കറക്റ്റ് ഫ്രീക്വൻസിയിൽ തന്നെ പിടിച്ചു വച്ചു ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. ആകെ അയ്യപ്പനും അമ്പിളിയും സീനിൽ കുറവാണെന്നിരിക്കലും സീരീസ് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അമ്പിളിയും അയ്യപ്പനും ആയ ഇന്ദ്രൻസും ഹരിശ്രീയും ആണ്. ക്രൈം ഫയൽസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരായി അർജുൻ രാധാകൃഷ്ണനും അജു വർഗീസും രഞ്ജിത്തും ലാലും തുടങ്ങി നിരവധി പേർ വരുന്നു. നാടകീയത ഇല്ലാതെ തന്നെ അവരൊക്കെ ഈ കഥാപാത്രങ്ങളെ സീസൺ 2വിനു വേണ്ടി ചെയ്തതായി അനുഭവപ്പെട്ടു. സിറാജുദ്ദീൻ നാസർ എന്ന നടന് കിട്ടിയ വേഷമാണ് സീരീസിൽ ഏറ്റവും ഇമോഷണലി പ്രേക്ഷകനെ കണക്റ്റ് ആക്കിയതെന്ന് തോന്നി. അദ്ദേഹം ആ വേഷം പ്രതിഫലം വാങ്ങിയ പൈസയ്ക്കും തൻ്റെ കഴിവിനും ആനുപാതികമായി തന്നെ കിടിലനായി തന്നെ ചെയ്തു. RDXൽ തന്നെ നാം നോട്ടമിട്ട് പോകുന്ന രീതിയിൽ ആയിരുന്നു സിറാജുദ്ദീൻ നാസർ എന്ന നടൻ്റെ പ്രകടനം. ഇവിടെയും സ്ഥിതി മറിച്ചല്ല. അദ്ദേഹത്തെയും ജിസ്മോൻ എന്ന അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തെയും സീരീസ് കണ്ട പ്രേക്ഷകർ മറക്കാൻ ഇടയില്ല. അത്രയ്ക്ക് ഔട്ട്പുട്ടാണ് ആ കഥാപാത്രത്തിന് സീരീസിൽ വന്നിരിക്കുന്നത്. സീരീസിലെ സീസൺ 2വിലെ നായകൻ എന്ന് പറയാവുന്ന നോബിൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അർജുൻ രാധാകൃഷ്ണനാണ്. ശരീരഭാഷ കൊണ്ടും സംസാര രീതി കൊണ്ടും പ്രകടനം കൊണ്ടും അർജുൻ നോബിൾ എന്ന ഉദ്യോഗസ്ഥനെ ഭംഗിയായി തന്നെ ചെയ്തു. ലാലും തൻ്റെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ വേഷം ഓർമ്മിപ്പിക്കുന്നതാക്കി. അജു വർഗീസിൻ്റെ പക്വതയോടെയുള്ള അഭിനയം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സീരീസിൻ്റെ സംവിധാന മികവും എഴുത്തും ക്യാമറ വർക്കും ഒക്കെ നോക്കിയാൽ ഒരു എപ്പിസോഡ് കണ്ട് അടുത്ത ദിവസം നെക്സ്റ്റ് എപ്പിസോഡ് കാണാം എന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകന് അടുത്ത ദിവസം വരെ കാത്തിരിക്കുവാനുള്ള ക്ഷമ ഉണ്ടാക്കാത്ത തരത്തിൽ ആണ് സീരീസിൻ്റെ മേക്കിംഗ്. ഓരോ പ്രേക്ഷകനെയും അത്രയ്ക്കും ഇമോഷണലി ലോക്ക് ചെയ്താണ് സീരീസ് കഥ പറഞ്ഞു പോകുന്നതും ഓരോ എപ്പിസോഡും നിർത്തുന്നതും അടുത്ത എപ്പിസോഡ്സ് തുടങ്ങുന്നതും. അഹമ്മദ് കബീർ എന്ന ബ്രില്യൻ സംവിധായകൻ്റെ സീസൺ 1നേക്കാൾ മികച്ചതായാണ് 2ാം സീസൺ ആയി തോന്നിയതും. മൊത്തത്തിൽ അച്ചടക്കത്തോടെ അഹമ്മദ് കബീർ സംവിധാനം ചെയ്തിരിക്കുന്ന അഭിനേതാക്കളുടെ ഭംഗിയായ പെർഫോമൻസ് കാണാവുന്ന കേരളത്തിൻ്റെ പേര് അഭിമാനത്തോടെ പതിഞ്ഞിരിക്കുന്ന ഒരു വെബ് സീരീസാണ് കേരള ക്രൈം ഫയൽ സീസൺ 2. സാറ്റിസ്ഫൈഡ് ആണ്. ഒറ്റയിരുപ്പിൽ ഫുൾ എപ്പിസോഡ്സും കാണാൻ തോന്നിക്കുന്ന തരത്തിലുള്ള സീരീസ്.